നല്ല രൂപത്തിലാണ്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂല് നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അഥവാ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഉമ്മത്തിലെ ഓരോ വിശ്വാസിയും കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ, അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായിട്ടുള്ള റസൂലുള്ളാഹ്, സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യം കാണിക്കുന്നവരുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല, നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ നമ്മോട് കൽപ്പിക്കുകയില്ല. അല്ലാഹു തആല തന്നെ പറയുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അല്ലാഹു തആല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, ബുദ്ധിമുട്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു ആയത്ത് സൂറത്ത് ബഖറയിൽ തന്നെ 286-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, അവരുടെ കഴിവിൽ പരിധിയിൽ പെടുന്നതല്ലാതെ അല്ലാഹു തആല ആരോടും കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ദീൻ എന്ന് പറയുന്നത് നമുക്ക് കഴിയുന്നതാണ്, നമുക്ക് എളുപ്പമുള്ളതാണ്. ഓരോരുത്തർക്കും എളുപ്പമുള്ള കാര്യമാണ് മതം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രയാസം ഉണ്ടാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹലക്കൽ മുതനത്തിഊൻ ഹലക്കൽ മുതനത്തിഊൻ ഹലക്കൽ മുതനത്തിഊൻ യഖൂൽ ഇയ്യാകും വൽ ഗുലൂബ് ഫിദ്ദീൻ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂബ് ഫിദ്ദീൻ. അപ്പോൾ മതത്തിൽ തീവ്രത കാണിക്കരുത്, മതത്തിൽ തീവ്രത കാണിക്കുന്നവർക്കാണ് നാശം എന്ന് റസൂലുള്ളാഹി 3 പ്രാവശ്യമാണ് പറയുന്നത്. അതിന് തീവ്രത കാണിക്കരുത്. ഒരു മുതവസ്സിതായിട്ടുള്ള മാർഗമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. മുതത്തറിഫ് അല്ല, അങ്ങേയറ്റവും അല്ല, എന്നാൽ ഇങ്ങേയറ്റവും അല്ല, രണ്ടിന്റെയും ഇടയിലുള്ള മാർഗമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇടയിലുള്ള മാർഗത്തെ അഥവാ എളുപ്പമായ മാർഗത്തെയാണ് ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ദീനിൽ ഉലൂവ് കാണിക്കുന്നത്, തീവ്രത കാണിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടണം. കാരണം അതാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളെ നശിപ്പിച്ചത്. ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും. അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. عن أبي هريرة عبد الرحمن بن صخر قال سمعت رسول الله صلى الله عليه وسلم يقول ما نهيتكم عنه فاجتنبوه. ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. വമാ അമർതുകും ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിനെ എന്ത് ചെയ്യണം, ഫഅ്തു മിൻഹു മസ്തതഅതു. ഫഅ്തു മിൻഹു മസ്തതഅതു, നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. നിരോധിച്ച കാര്യം ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകാനേ പാടില്ല. എന്നാൽ റസൂലുള്ളാഹി പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾക്ക് കഴിയുന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഇത് റസൂലുള്ളാഹി പറയാം. റസൂലുള്ളാഹി ജീവിതത്തിൽ നമുക്ക് ഒരു സംഭവം കാണാൻ കഴിയും. അതെന്താ, 3 ആളുകൾ വന്നിട്ട് റസൂലിനോട് ചോദിക്കണം. ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു റസൂൽ? ഭാര്യമാരോട് ചോദിച്ചപ്പോൾ റസൂലിനെ പറ്റി അവർ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ 3 ആളുകൾ ചില തീരുമാനങ്ങളെടുത്തു. ഒരാൾ പറഞ്ഞു, ഞാൻ ഉറങ്ങുകയില്ല, പല അനാം, ഞാൻ ഉറങ്ങുകയില്ല, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കും. മറ്റേ ആൾ പറഞ്ഞത് പല ഒഫ്ത്, ഞാൻ എന്തെയ്യില്ല, നോമ്പ് മുറിക്കാതെ നോമ്പ് നോക്കിക്കൊണ്ടേ. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ എന്തെയ്യില്ല, ഞാൻ കല്യാണം കഴിക്കുകയില്ല, പല അത്തസബ്ബസ്, ഞാൻ കല്യാണം കഴിക്കുകയില്ല, വിവാഹം കഴിക്കുക, ദീനിന്റെ മാർഗ്ഗം ദീനുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ നോമ്പനുഷ്ഠിക്കാറുണ്ട്, ഞാൻ അത് മുറിക്കാറുണ്ട്, ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഞാൻ കിടന്നുറങ്ങാറുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ സുന്നത്തിനെ തൊട്ടാര് വിരോധം കാണിക്കുന്നുവോ, അതിൽ നിന്ന് മാറി നിൽക്കുന്നുവോ, അവൻ എന്നിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പമുള്ള ഒരു മാർഗമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതിനെ കുറുസാക്കാനോ അതിനെ പ്രയാസമാക്കാനോ നമ്മൾ തുനിയരുതേ എന്നുള്ളതാണ്. ദീനിന്റെ കാര്യത്തിൽ ഗുലൂബ് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ ഒരു കയറ് തൂക്കിയിട്ടതായിട്ട് കണ്ടു. ആ കയറ് തൂക്കിയിട്ടത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത്? വലമ്മ റഅ ഹബലൻ ഫിൽ മസ്ജിദ് മർബൂതൻ ബൈന സാരിയതൈൻ സഅല അൻഹു ഫഖീല ലഹു ഇന്നഹു ലിസൈനബ്. സൈനബ് റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ട കയറാണ്. അങ്ങനെ ബുദ്ധിമുട്ടി നമസ്കരിക്കരുത് എന്നാണ് സൈനബ് റളിയല്ലാഹു അൻഹ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കയർ തൂക്കിയിട്ടുള്ളത്. ഫഅമറ ബിഖത്ഇ. റസൂലുള്ളാഹി അത് മുറിച്ചു കളയാൻ. എന്തിനാലോ? നിങ്ങൾക്ക് നശാത്ത് ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഉത്സാഹമുള്ള അവസരത്തിൽ നിങ്ങൾ നമസ്കരിക്കുക. ഫൈദാ തഅബ ഫൽയർഖദ്. പ്രയാസമുണ്ടെങ്കിൽ, ക്ഷീണമുണ്ടെങ്കിൽ ഒന്ന് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ സുന്നത്തായ നമസ്കാരത്തെ പറ്റിയിട്ടാണ്, രാത്രി നമസ്കാരത്തെ പറ്റിയിട്ടാണ്. അങ്ങനെ ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? മതത്തെ കുറുസാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റുള്ള ഹദീസിൽ കാണാൻ കഴിയും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ഇന്നല്ലാഹ ലം യബഅതനി മുഅന്നിതൻ വലാ മുതഅന്നിതൻ വലാകിൻ ബഅതനി മുഅല്ലിമൻ മുയസ്സിറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിയോഗിച്ചത് എന്നെ അല്ലാഹു തആല ഒരിക്കലും ഒരു പരുഷമായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലല്ല എന്നെ നിയോഗിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് എന്നെ അല്ലാഹു തആല അയച്ചിരിക്കുന്നത് മുഅല്ലിമൻ വമുയസ്സിറാ, അധ്യാപകനായിട്ടും എളുപ്പമുണ്ടാക്കുന്നവനായിട്ടുമാണ്. സഹോദരങ്ങളെ, ഇതാണ് മതത്തെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് വളരെ എളുപ്പമുള്ളതാണ്, അതിനെ കുറിച്ചാക്കരുത്. ആ എളുപ്പമുള്ളത് നമുക്ക് കഴിയുന്നതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അനുഷ്ഠിക്കുകയും വേണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞല്ലോ, فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. ആരാണ് നൽകുകയും തഖ്വ പാലിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല അവന് എളുപ്പത്തിലേക്ക് എളുപ്പം പ്രദാനം ചെയ്യുന്നതാണ്. എളുപ്പം എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്. മതം എളുപ്പമാണ്, ആ മതത്തെ ഉത്സാഹി തീർക്കരുത്, അതൊരാളും ആ രൂപത്തിലേക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം. തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا وشكرا لله شكرا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. وأوصيكم ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധികളൊക്കെ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാൻ അവൻ ഇഷ്ടപ്പെടുന്ന അടികളുടെ കൂടെ നാമങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു കാര്യം, ഈ ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആ ദീനിനെ പറഞ്ഞു കൊടുക്കുമ്പോഴും ആ ദീനിനെ എളുപ്പത്തോടുകൂടി പറഞ്ഞു കൊടുക്കണം. ആ ദീനിനെ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കരുത്. കാരണം
ജൂതന്മാർ അവർ സ്വീകരിച്ച നിലപാടിന്റെ കാരണത്താലാണ് അവർക്ക് അനുവദനീയമായ വസ്തുക്കൾ പോലും നിഷിദ്ധമാക്കപ്പെട്ടത്. അവരുടെ ആക്രമണം കാരണമാണ് എന്ന് സൂറത്ത് നിസായിലെ 159-ാമത്തെ വചനത്തിൽ 200-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ ദീനിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ആ ദീനിനെ അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ എളുപ്പത്തിൽ ആളുകൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമിക സംഘടനകളായിരുന്നാലും ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നാലും ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്ന ആരായിരുന്നാലും അതിന് അതിൻ്റെതായ തനിമയിൽ തന്നെ ആളുകൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോടും അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞിട്ടുള്ള നിർദ്ദേശം, അവരെ യമനിലേക്ക് അയക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ലമ ബഅത മുആദൻ വ അബാ മൂസ ഇലൽ യമൻ ഖാല ലഹുമാ യസ്സിറ വല തുഅസ്സിറ വബശ്ശിറ വല തുനഫിറ വതതാവഅ വല തഖ്തലിഫ. റവാഹുൽ ബുഖാരി വ മുസ്ലിം. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ നിർദ്ദേശം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. നേതാക്കൾ എന്ന നിലക്കും പണ്ഡിതന്മാരെന്ന നിലക്കും ഈ ഒരു ഉപദേശത്തെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. എന്താണ്? യസ്സിറ വല തുഅസ്സിറ. നിങ്ങൾ എളുപ്പമുണ്ടാക്കുന്നവരാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ ആ കാര്യത്തിന്റെ എളുപ്പത്തിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുപോകേണ്ടത്. അവർ കുടുസാക്കുക ദീനിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ, ദീൻ നടപ്പാക്കുന്നതിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? മുബശ്ശിറ വല തുനഫിറ. സന്തോഷ വാർത്തയാണ് കൊടുക്കേണ്ടത്. ആളുകൾക്ക് സന്തോഷ വാർത്ത കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കൊരാളോട് അയാളുടെ തെറ്റിനെ തിരുത്തണമെങ്കിൽ രണ്ട് രൂപത്തിൽ തിരുത്താം. ഒന്ന്, ആളുകൾക്കിടയിൽ അപമാനിച്ചുകൊണ്ട് അയാളെ തിരുത്താം. മറ്റൊന്ന്, അയാൾ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പോസിറ്റീവായ രൂപത്തിൽ തിരുത്താം. അതുകൊണ്ട് സന്തോഷ വാർത്തയാണ്. പോസിറ്റീവായ രൂപത്തിലാണ് ആളുകളോട് പെരുമാറേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വെറുപ്പിക്കരുത്. ആളുകളെ വെറുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക. ആളുകൾ അകന്നു പോകും. റസൂലിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങാനും പലിശ സ്വഭാവിയായിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരില്ലായിരുന്നു. ആ സ്വഭാവത്തിലെ റസൂലിനുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു സൂറത്ത് തൗബയിലെ വചനം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറുപ്പിക്കരുത്, ആളുകളെ വെറുപ്പിക്കരുത്. ആളുകളെ പിന്തിരിപ്പിക്കരുത്. അവരോട് സഹകരിക്കുകയും അവരോട് നിങ്ങൾ പരസ്പരം വിയോജിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വചനത്തിൽ ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യസ്സിറു വല തുഅസ്സിറു വബശ്ശിറു വല തുനഫിറു. ഇതേ ആശയം തന്നെയാണ്. നിങ്ങൾക്ക് റസൂലിന്റെ ഒരു സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റസൂലിന് എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എളുപ്പമുള്ളതാണ്. മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈനി ഖത്തുൻ ഇല്ലാ അഖദ ഐസറഹുമാ. അതിന് എളുപ്പമുള്ളത് റസൂൽ എടുക്കുക. അത് തെറ്റല്ലാത്ത കാലത്തോളം റസൂൽ അതിൽ നിന്ന് എളുപ്പമുള്ളതിനെയായിരുന്നു എടുത്തിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റസൂലിനെ പറ്റി പറഞ്ഞു തരാൻ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖൈറ ദീനിക്കും ഐസറുഹു ഇന്ന ഖൈറ ദീനിക്കും ഐസറുഹു ഇന്ന ഖൈറ ദീനിക്കും ഐസറുഹു. മറ്റൊരു വചനത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ റളിയ ലിഹാദിൽ ഉമ്മ അൽ യുസ്റ വകരിഹ ലഹാ അൽ ഉസ്റ ഖലഹാ തലാ. അല്ലാഹു തആല ഈ ഉമ്മത്തിന് എളുപ്പമുള്ളതിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. വകരിഹ ലഹാ അൽ ഉസ്റ, ബുദ്ധിമുട്ടുള്ളതിനെ അല്ലാഹു തആല അതിനെ വെറുത്തിരിക്കുന്നു. റവാഹു തബ്റാനി. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ദീനിനെ അതിന്റെ രീതിയിൽ തന്നെ എളുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിൽ തന്നെ അതിനെ എടുക്കുകയും
അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുക. ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ആളുകളോട് അതിനെ പ്രചരിപ്പിക്കേണ്ടതും പ്രബോധനം ചെയ്യേണ്ടതും ദഅവത്ത് ചെയ്യേണ്ടതും. അവർക്ക് സന്തോഷവാർത്ത നൽകുക, അവർക്ക് എളുപ്പമുണ്ടാക്കുക. അള്ളാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് ചെറുതുവലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി നൽകുന്ന റഹ്മാനായ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ, അള്ളാഹു എല്ലാവരുടെയും പാപങ്ങളെ പുറത്തു കൊടുക്കണം. അവരെ ഞങ്ങൾ പിന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകയും ചെയ്യുക റഹ്മാനായ അള്ളാഹു ഞങ്ങൾക്ക് മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ ഖൈറായതിനെ ഞങ്ങൾക്ക് നൽകുകയും ശർറായതിനെ നന്മയാക്കി പരിവർത്തിച്ച് നൽകുകയും ചെയ്യുക റഹ്മാനായ അള്ളാഹു ഞങ്ങളുടെ റിസ്കിൽ നീ വിശാലത പ്രദാനം ചെയ്യുന്ന റഹ്മാനായ അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി നൽകുന്ന റഹ്മാനായ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കവും സ്നേഹവും നിലനിർത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനായ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനായ അള്ളാഹു ഞങ്ങളുടെ റിസ്കിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനായ ഞങ്ങളുടെ ജോലികൾ നീ എളുപ്പമുള്ളതാക്കി നൽകുന്ന റഹ്മാനായ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കാത്തുരക്ഷിക്കുന്ന റഹ്മാനായ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجر والدينا من النار، اللهم اجر والدينا من النار. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، واذل الشرك والمشركين، وأذل الشرك والمشركين. اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في السودان، اللهم انصر إخواننا في الهند، اللهم انصر إخواننا في غزة. اللهم ثبت أقدامهم، اللهم ثبت أقدامهم، اللهم انصرهم نصرا قريبا ونصرا عادلا يا رب العالمين. اللهم عليك باليهود، اللهم عليك باليهود، اللهم شتت شملهم وفرق جمعهم، اللهم أرنا فيهم عجائب قدرتك، اللهم أرنا فيهم عجائب قدرتك. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.